മാം മാം എല്ലാരും പറയാ CA ചെയ്യരുത്, ചെയ്താൽ കുടുങ്ങി പോകുന്ന. എനിക്ക് കിട്ടിയില്ലെങ്കിലോ ജീവിതം തൊലഞ്ഞു പോകുന്നൊക്കെയാ പറയുന്നത്. ഞാൻ എന്താ ഇപ്പൊ ചെയ്യാൻ? വല്ലാത്ത ചോദ്യമാണല്ലോ അത്. ഇപ്പോൾ CA എന്ന് പറയുന്നത് അത് സൂപ്പർ ഈസി ആയിട്ടുള്ള സാധനമാണെന്നൊന്നും ഞാൻ പറയില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഒത്തിരി ആൾക്കാർ CAക്ക് വേണ്ടി ട്രൈ ചെയ്ത് അവരതിൻ്റെ പ്രിലിമിനറി ലെവലും സെക്കൻഡറി ലെവലും ഒക്കെ കടന്ന് ടേർഷ്യറി ലെവൽ വരെ എത്തും, അതായത് 3ാമത്തെ പടി വരെ എത്തും. അവിടെ എത്തി ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് ഫൈനൽ എക്സാം എഴുതിയിട്ട് പാസ്സാവത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് സാധാരണ പറയാറുള്ളത്, നിങ്ങൾ ആരും ഇത് എടുത്തു കളയരുത്, എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടാപ്പാട് വിടും, ആരും പാസ്സാകത്തില്ല എന്ന്. നിങ്ങൾ ആലോചിക്കേണ്ടത് ലോകത്താരും പാസ്സാകാത്ത പരീക്ഷയൊന്നും അല്ലല്ലോ CA. ഒരുപാട് പേര് പാസ്സായിട്ടില്ലേ? പാസ്സായിട്ട് നല്ല നിലയിൽ ലൈഫിൽ സെറ്റിലായിട്ടുള്ള ആളുകളും ഇല്ലേ? അപ്പോൾ കുറേ ആളുകൾക്ക് ഇത് പറ്റും, കുറേ ആളുകൾക്ക് ഇത് പറ്റില്ല. അത് അവരവരുടെ സ്കിൽ സെറ്റ് പോലെ ഇരിക്കും. ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കപ്പാസിറ്റി എത്രമാത്രമുണ്ട്, നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്. അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം. അല്ലാതെ വല്ലവരും പറയണ കേട്ട് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് ആലോചിക്കരുത്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.